ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വിഷു കഴിഞ്ഞ ഏകദേശം 1-2 ആഴ്ചയായി. എന്നാലും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. വിഷു കഴിഞ്ഞ് ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചധികം സമയമെടുത്ത് വേറെ എന്തൊക്കെയോ തിരക്കുണ്ടായി. അതുകൊണ്ടാണ് അതിന് ഞാൻ ആദ്യമേ സോറി പറയുന്നത്. അപ്പം വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വിഷുക്കണിയൊക്കെ കണ്ട് കുറച്ച് ബാക്കിയുള്ള പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് വേഗം കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോയിന്ന്. അച്ഛനും അമ്മയും ഉണ്ണിയും ഞാനും കണ്ണും എല്ലാവരും കൂടി ഫാമിലി ആയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇല്ല അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ് നമ്മൾ ആദ്യം പോയത്. പിന്നെ അവിടുന്ന് അച്ചാച്ചൻ്റെ തറവാട്ടിലും പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നു. വിഷുവിൻ്റെ അന്ന് രാവിലെ തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ അമ്പലത്തിലുണ്ടായിരുന്നു. നമ്മൾ അവരൊക്കെ കണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെയും കണ്ണൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇത് നമ്മളെ ഫാമിലീൻ്റെ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ആദ്യത്തെ വിഷുവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷുവിന് നമ്മൾ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിട്ടില്ല, ബാംഗ്ലൂർ തന്നെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആദ്യമായിട്ടാണ് അച്ഛൻ്റെയും അമ്മേൻ്റെയും ഒക്കെ കൂടെ നമ്മൾ വിഷു ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ രാവിലെ തന്നെ 1-2 അമ്പലത്തിലൊക്കെ പോയി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാനും കണ്ണും കൂടി നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടിലെ കണി കാണാൻ വേണ്ടി പോയി. അപ്പോൾ കണിയൊക്കെ കണ്ടു. പിന്നെ നമുക്കവിടെ നമ്മുടെ അടുത്തില്ലേ കണ്ണങ്ങാട്ട് ക്ഷേത്രത്തിൽ നിന്ന് പോതിയെഴുത്ത് എന്ന് പറഞ്ഞിട്ട്, അതായത് പോതിയെഴുത്ത് അല്ലെങ്കിൽ എഴുന്നള്ളത്ത് അങ്ങനെയൊക്കെയാണ് നമ്മളതിനെ പറയുക, ഏളത്ത് എന്നൊക്കെ പറയും. അപ്പം അത് വരുന്ന ദിവസമാണ് വിഷുവിൻ്റെ അന്ന് രാവിലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് അനുഗ്രഹിക്കും എന്നാണ്. അതൊരു പണ്ടേയുള്ള കാര്യമാണ്. അപ്പം അതെനിക്ക് മിസ് ചെയ്യേണ്ടെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയമാകുമ്പോഴത്തേക്ക് വേഗം വീട്ടിലേക്ക് വന്നു. ഇങ്ങനെയാണ് വീട്ടിലേക്ക് വരിക. അവർ കുറച്ച് ആൾക്കാരുണ്ടാവും, നമുക്ക് വെളിച്ചെണ്ണയും അങ്ങനെയൊക്കെ അമ്പലത്തിലേക്ക് കൊടുക്കാം. പിന്നെ അമ്പലത്തിലെ ഭണ്ണാരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ പൈസ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. അപ്പം ഏളത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ കണി വെച്ച സാധനത്തിനും അതുപോലെ തന്നെ നമുക്കൊക്കെ ഗുണം വരണം എന്ന് പറഞ്ഞിട്ടാണ്, അങ്ങനെയാണ് അവർ അനുഗ്രഹം തരിക. അത് കഴിഞ്ഞ് കുറച്ച് നേരം വീട്ടിലിരുന്നിട്ട് ഞാൻ നേരെ പോയത്, ഇന്ന് നമുക്ക് ലഞ്ച് അല്ലെങ്കിൽ നമ്മളെ വിഷു സദ്യ നമ്മൾ കഴിക്കാൻ പോകുന്നത് കണ്ണൻ്റെ കസിൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ അവിടെ ശ്രീജേഷേട്ടനും റോഷ്മേച്ചിയും, അതായത് കണ്ണൻ്റെ അമ്മേൻ്റെ ഏച്ചീൻ്റെ വീട്ടിലാണ്. ഏച്ചീൻ്റെ 2 മക്കളും അവരെ പേരക്കുട്ടികളും എല്ലാവരും കൂടിയിട്ടുള്ള ഭയങ്കര നല്ല അടിപൊളി വിഷുവായിരുന്നു. കാരണം എപ്പോഴും നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഞാനും കണ്ണും ഒറ്റയ്ക്കായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാണെങ്കിലും നമ്മളൊരു 3-4 ആൾക്കാരിൽ അത്ര പോലെ ആൾക്കാരല്ലേ എപ്പോഴും വിഷുവിന് ആഘോഷിക്കാൻ ഉണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്ക് അങ്ങനെ ഇഷ്ടമാണ് എല്ലാവരും ഒന്നിച്ചും വിഷു ആഘോഷിക്കും. നമ്മൾ എപ്പോൾ അത് ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ നല്ല ഓർമ്മയായിരിക്കുമല്ലോ എന്തായാലും. എല്ലാവരും കൂടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അപ്പം നമ്മൾ അവിടെ എത്തി. വല്യമ്മയും ഏച്ചിമാരും എല്ലാം കൂടിയിട്ട് ഓൾറെഡി രേവതേച്ചിയും റോഷ്മേച്ചിയൊക്കെ കൂടിയിട്ട് സദ്യയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ സദ്യ മാത്രമല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം വല്യമ്മ ഇതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ പോയിട്ട് വീഡിയോ എടുത്ത്. ഒരുപാട് കറി ഉണ്ടായിരുന്നു, അവിയൽ, ചിക്കൻ കറി. പിന്നെ ചിക്കൻ ചില സമയം കണ്ണൂർ കാസർഗോഡ് ഉള്ളവർക്ക് എന്തായാലും അറിയും, നമ്മൾ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും നമുക്ക് എന്തായാലും ചിക്കൻ അല്ലെങ്കിൽ മീൻ സ്പെഷ്യൽ ഐറ്റംസ് എന്തായാലും ഉണ്ടാവും. അപ്പം ചിലപ്പം തിരുവനന്തപുരം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കണ്ണൂർ കോഴിക്കോട് മാത്രമേ അങ്ങനെ സദ്യയിൽ ഞാൻ ചിക്കൻ കറി അല്ലെങ്കിൽ മീൻ കറി മീൻ ഫ്രൈ ഒക്കെ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് ചിലപ്പം അതത്ര യൂസ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം ഓരോന്നായി തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, കുട്ടികളും എല്ലാവരും കൂടി ആവുന്ന സമയം എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ 1-2 സെറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ പന്തി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ഇരിക്കുകയെന്നില്ല ഭയങ്കര ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് വല്യച്ഛൻ. അത് നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛനാണിത്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവുന്ന സമയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ആദ്യത്തേലിരുന്നു. അപ്പോൾ ഞാനും ഇരുന്നു കേട്ടോ ആദ്യത്തെ പന്തിയിൽ തന്നെ. അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഭക്ഷണമൊക്കെ ആയി എല്ലാവരും സംസാരിച്ചിരുന്ന് ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു 2 മണി 2:30 അടുത്ത് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. സദ്യ കാണിച്ചു തരാം എന്തൊക്കെയാണ് സാധനങ്ങൾ ഉണ്ടായെന്ന്. ഇപ്പോൾ വിഷു കഴിഞ്ഞ് 1-1.5 ആഴ്ചയല്ലോ. അപ്പോൾ ഇതെനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയം ഈ ഭക്ഷണമൊക്കെ കാണുമ്പോൾ അതിങ്ങനെ കഴിക്കാൻ മിസ് ചെയ്യായിരുന്നു. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമായിരുന്നു. എല്ലാ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ
കുട്ടികളും എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആൾക്കാർ താഴെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. എന്തായാലും ഇത്രയും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റേതായ ക്ഷീണം ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ പോയി മുകളിലിരുന്നിട്ട് അവിടെ ഒരു പ്രൈവറ്റ് ഹോം തിയേറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് പൈൻകിളി സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാനും കാണാനും അത് തിയേറ്ററിൽ പോയി കണ്ടതാണ്. എന്നാലും കൂടി എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോൾ രസമല്ലേ കുട്ടികളെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ചായ കുടിക്കുന്ന പരിപാടിയാണ് കാണുന്നത്. അപ്പോൾ ശ്രീജേഷേട്ടൻ ഇതിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ ആക്കിയിരുന്നു. അതൊക്കെ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരും ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം ചായയൊക്കെ കുടിച്ച് അവിടെ വർത്താനൊക്കെ പറഞ്ഞ് സന്ധ്യ ആകുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. ചായയും അതുപോലെ തന്നെ കട്ടൻ ചായയും അതുപോലെ തന്നെ ഉണ്ണിയപ്പവും ഉണ്ടായിരുന്നു. വിഷു എന്നൊക്കെ പറയുമ്പം എന്തായാലും വീടുകളിൽ എല്ലാവരും ഉണ്ടാക്കുന്ന സാധനമായിരിക്കുമല്ലോ ഉണ്ണിയപ്പം. അപ്പം നമുക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കണി വെക്കുന്നതിൽ നമ്മൾ മധുരം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഉണ്ണിയപ്പം വെക്കും. അപ്പോൾ ഓൾറെഡി അവിടെ കണി വെക്കാൻ വേണ്ടി വാങ്ങിയതാണെന്ന് തോന്നുന്നു, വലിയ ആക്കിയതല്ലാന്ന് എൻ്റെ ഒരു ഓർമ്മ. അപ്പം നല്ല ഉണ്ണിയപ്പമായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി പുറത്തിങ്ങനെ ഇരുന്ന് ഭക്ഷണം ചായയൊക്കെ കുടിച്ച് അതൊക്കെ കഴിച്ചിരിക്കുകയായിരുന്നു. ആ സമയമാകുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല മഴക്കാർ ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല മഴയായി. അന്ന് വൈകുന്നേരം നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ശ്രീജേഷേട്ടനും വെല്ലിച്ചനും കൂടിയിട്ട് കട്ടൻ ചായൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ അത് ഇതൊക്കെ പറഞ്ഞ് ആൾക്കാർ തെറ്റിദ്ധരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ തമാശ പറയായിരുന്നു. അങ്ങനെ കസിൻസിൻ്റെ കൂടെയുള്ള നല്ല അടിപൊളി വിഷുവായിരുന്നു ഇപ്രാവശ്യത്തത്. എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുമിച്ചിരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ലൊരു വിഷുവായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഒരുപാട് ലേറ്റായി നമ്മൾ എത്തുമ്പോൾ വീട്ടിൽ 7 മണി 7:30 ആയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.